നമസ്കാരം. സർക്കാരിന്റെ അവസാന ബജറ്റിനെ കുറിച്ച് രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കപ്പുറം കേൾക്കേണ്ടതും ഓരോ മേഖലയിലും വിദഗ്ധരായിട്ടുള്ളവർ അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായമാണ് കൂടുതൽ മുൻതൂക്കം നൽകേണ്ടത്. കാര്യം രാഷ്ട്രീയ അഭിപ്രായമാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ പറഞ്ഞു എന്ന് കരുതാം. അതിനപ്പുറത്തേക്ക് റിപ്പോർട്ടർ ചാനലിൽ ഇന്നിപ്പോൾ നടത്തിയ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ മുത്തൂറ്റ് ഗ്രൂപ്പ് അറിയാലോ, പ്രമുഖ വ്യവസായ ഗ്രൂപ്പാണ്. ആ വ്യവസായ ഗ്രൂപ്പിന്റെ MD ആയിട്ടുള്ള ബിജുമോന്റെ ഒരു പ്രതികരണം നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. കാര്യം ഈ ബജറ്റ് സർവതല സ്പർശിയാണെന്ന് എല്ലാവരും പറയുകയാണ്. കാര്യം കുറ്റം പറയാനായിട്ട് ഒരു മേഖല എടുത്ത് പ്രതിപക്ഷത്തിന് കിട്ടാത്തൊരവസ്ഥയുള്ളത് കൊണ്ട് പ്രായോഗിക ബജറ്റല്ല, ഈ ബജറ്റ് പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. കാര്യം എന്തെങ്കിലും പറഞ്ഞ് നിലനിൽക്കണ്ടേ. അങ്ങനെ സർവ്വ മേഖലയിലൂടെയും സ്പർശിച്ച് കടന്നുപോയ ബജറ്റ് അത് വ്യവസായിക മേഖലയ്ക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വ്യവസായ മേഖലയിലുള്ളവർക്ക് ആ ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് മുത്തൂറ്റ് ഗ്രൂപ്പ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതിൽ നിന്ന് ലഭിക്കും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ നമുക്കൊപ്പം ഉണ്ട്, ശ്രീ ബിജുമോൻ. വ്യവസായ മേഖലയ്ക്കും വാണിജ്യ മേഖലയ്ക്കും ഒക്കെ കാർഷിക മേഖലയ്ക്ക് കൊടുത്തതുപോലെ തന്നെ നീക്കിവെക്കാൻ ധനമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ GST പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന GST കൗൺസിലാണ്. പഴയകാലത്തെ ഒരു ബഡ്ജറ്റ് അല്ലല്ലോ ഇപ്പോഴത്തെ ബഡ്ജറ്റ്. എങ്കിലും ഒറ്റ നോട്ടത്തിൽ ഈ ബഡ്ജറ്റിനെ എങ്ങനെ കാണുന്നു? ന്യൂ നോർമൽ എന്നാണ് ധനമന്ത്രി വിശേഷിപ്പിച്ചത്. കേന്ദ്രം ഞെരുക്കുന്നതിനിടയിലും തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് എന്നാണ് മന്ത്രി ഉദ്ദേശിച്ചത്. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ ഒരു നല്ല വികസനോന്മുഖമായിട്ട് തന്നെ ഉള്ള ഒരു ബഡ്ജറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഒരുപാട് സിറ്റുവേഷൻസ് ആർ ചേഞ്ചിങ്, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. സോ ഐ തിങ്ക് ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് എത്ര മാർക്ക് ഇടും 10-ൽ നമ്മുടെ ബഡ്ജറ്റിന്? ഐ വുഡ് സേ ഒരു 8 marks I will put, because 8 out of 10. Yes, because ഒരു പ്രസന്റ് കണ്ടീഷൻസ് വിതിൻ, ഓഫ് കോഴ്സ് കടം എടുക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇഫ് പ്രൊവൈഡഡ് ദ ഇൻവെസ്റ്റഡ് ഇൻ വൈസ്ലി, ഐ തിങ്ക് സം ഓഫ് ദോസ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വൈസ് ഇൻവെസ്റ്റ്മെന്റ്. ടു ദാറ്റ് എക്സ്റ്റെന്റ് ഐ ഫീൽ ദിസ് ഇസ് എ ബഡ്ജറ്റ്, ദിസ് ഇസ് എ റൈറ്റ് ബഡ്ജറ്റ്. കേട്ടല്ലോ, വ്യാവസായിക മേഖലയെ സംബന്ധിക്കുന്നിടത്തോളം ഒപ്പം തന്നെ നമ്മുടെ തനത് വിഭവങ്ങൾ വെച്ചിട്ടും നമ്മുടേതായിട്ടുള്ള വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ, പല മേഖലയിലേക്കും നീക്കിവെച്ചിരിക്കുന്ന തുകകൾ, ഇതെല്ലാം കൃത്യമായി വിലയിരുത്തുമ്പോൾ അത് ഈ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. ഓരോ മേഖലയിൽ നിൽക്കുന്നവർക്ക് ആ മേഖലയിൽ ഇതിൻ്റെ പരിഗണന എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതികരണമാണ് ആ കേട്ടത്. ഇപ്പോൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ബജറ്റിനെ സംബന്ധിച്ച് ഇടതുപക്ഷ അനുകൂലികൾ അതിനെ സംബന്ധിച്ച് ന്യായീകരിച്ച് പറയുന്നു എന്ന് വേണമെങ്കിൽ പരിഗണിക്കാം. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഓരോ മേഖലയിലുള്ളവർക്ക് ആ ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ആ മേഖലയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ബജറ്റുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഗുണമാകുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ആ കേട്ടത്. ഇങ്ങനെ ഓരോ മേഖലയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മേഖലയിലുള്ളവർക്ക് ബജറ്റ് പ്രഖ്യാപനം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന എല്ലാത്തരം മേഖലകളിലുള്ളവർക്കും ബജറ്റിൻ്റെ ആനുകൂല്യം കിട്ടുന്ന തരത്തിൽ കൃത്യമായിട്ടുള്ള ആലോചനയിലൂടെയും കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പ്രഖ്യാപനമാണ് എന്ന് ഒറ്റ സ്വരത്തിൽ പറയാൻ കഴിയും. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബജറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം ആരെങ്കിലും അവഗണിച്ചെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ പരിഗണനയില്ലെന്നോ ഇലക്ഷൻ പ്രോജക്റ്റ് ആണോ എന്ന് പോലും പറയാൻ പറ്റാതെ ആ ബജറ്റ് എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കേണ്ടതില്ല, ഇത് അടുത്ത UDF സർക്കാർ വന്ന് പുതിയ ബജറ്റ് പ്രഖ്യാപിക്കുമെന്ന് പറയേണ്ടിടത്തേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതാണ് ആ ബജറ്റിൻ്റെ മികവെന്ന് പറയുന്നത്. കേരളം എന്ന സംസ്ഥാനം വരുന്ന കാലഘട്ടത്തിൽ എന്തായിരിക്കണം എന്ന ചിന്ത ബജറ്റിൽ കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ആ നാട്ടിൽ ജീവിക്കുന്ന എല്ലാത്തരം മനുഷ്യരും ആ സംസ്ഥാനത്തുള്ള എല്ലാ മേഖലയും അതിനോടൊപ്പം സഞ്ചരിക്കണമെന്നുള്ള വീക്ഷണം തന്നെയാണ് ഈ ബജറ്റിനെ കൂടുതൽ ആകർഷകമാക്കുന്നത്. അതുകൊണ്ടാണ് മുത്തൂറ്റ് ഗ്രൂപ്പ് പോലും അത്തരം ഒരു ബജറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പോസിറ്റീവ് അഭിപ്രായം ചാനൽ ചർച്ചകളിൽ പോലും പറയാൻ തയ്യാറായതെന്ന് നിസ്സംശയം പറയാം.